രാത്രി ഇത് ഏകാദശി കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. നമ്മൾ ഏകാദശിക്ക് നൂലും പിടിക്കും കേട്ടോ. അത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 തുളസിയില ഇട്ടിട്ട് ആ തീർത്ഥം കുടിക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ നോലുമ്പ് തുടങ്ങുന്നത്. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ അരിഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പം അന്ന് കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പുഴുക്കാണ് കേട്ടോ. കാവത്ത് പുഴുക്ക് എന്ന് പറയും. അത് പണ്ട് മുതലേ കാവത്ത് പുഴുക്ക് ഏകാദശി ദിവസം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും നമ്മൾ ഇത് തന്നെയാണ് കഴിക്കുക കേട്ടോ. പിന്നെ ചാവടി കഴിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി തൊഴാനും പിന്നെ എല്ലാം ഒന്ന് നടന്ന് കാണാനും. ഇവിടുത്തെ തിരക്ക് മഞ്ജുലാൽ തൊട്ട് തുടങ്ങും കേട്ടോ. മഞ്ജുലാലിന്റെ അടുത്തായിട്ട് തന്നെ AKG സ്മാരക കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ പാർക്കിംഗ് ഏരിയ വരുന്നത്. അപ്പൊ ഈ പാർക്കിംഗ് ഏരിയയിലാണ് ഏകാദശിക്കുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് യന്ത്രൂഞ്ഞാല്, മരണക്കിണർ, വഞ്ചി, അപ്പം ഇങ്ങനത്തെ എല്ലാം കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെ ചിലതൊന്നും പണി കഴിഞ്ഞിട്ടില്ല, ഓരോരുത്തർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് രാത്രിയാണ് ഇത് സ്റ്റാർട്ട്. പിന്നെ ഇവിടുന്ന് കഴിക്കാൻ നടന്ന് നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഓൾറെഡി ഇവിടെ ഉള്ള ഷോപ്പുകൾ കൂടാണ്ട് പുറത്തുനിന്ന് കുറേ കച്ചവടക്കാർ വന്നിട്ടുണ്ട്. പിന്നെ തിരക്ക് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ഒരു സമയത്ത് ഇന്നത്തെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കധികം ജനങ്ങളാണ്. ലെഫ്റ്റിൽ കാണുന്നത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ കേട്ടോ. എത്ര നേരം ഒരു മണിക്കൂറോളം നിന്നിട്ടാണ് അവര് ഉള്ളിൽ പോയിട്ടൊന്ന് തൊഴുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല തിക്കും തിരക്കായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ഞാൻ നടന്നിട്ടാണ് ഫ്രണ്ടിൽ ചെന്നത്. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ ഈ വരുന്ന കുറെ ആളുകൾ ഈ ഒരു സൈഡിൽ ഇരിക്കണോണ്ട് തന്നെയാണ് ഇവിടെ കൂടുതലും തിരക്ക് വന്നത്. പിന്നെ അവിടെ നിന്ന് ഞാൻ തെക്കേ നട വഴിയാണ് ഇറങ്ങിയത്. അവിടെയാണ് കേശവന്റെയും പത്മനാഭന്റെ ഒക്കെ സ്റ്റാച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ മരപ്രഭുവിന്റെ ഒക്കെ. അപ്പൊ അവിടെയും കയറി ഒന്ന് കണ്ടു. ഇവിടെ ദേവസ്വം ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ദേവസ്വത്തിന്റെ തന്നെ ഡോർമെട്രി സ്റ്റേ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന് റൂം ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയാൽ മതി എന്നുള്ളതൊക്കെ ആണെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൂം നോക്കാം കേട്ടോ. പിന്നെ ഏകാദശി ആയ കരിമ്പില്ലാതിരിക്കില്ലല്ലോ. അപ്പൊ കരിമ്പ് വിൽക്കുന്ന കുറെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അലുവ, ഈത്തപ്പഴം, മുറുക്കുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇതിൻ്റെ ഒക്കെ ഷോപ്പുകൾ കുഞ്ഞു കുഞ്ഞു കടകൾ കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ രാത്രി ഇത് ഏകാദശി കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ. വഞ്ചിയാണ് കേട്ടോ. വഞ്ചിയുണ്ട്. പിന്നെ കസേര കളിയോ ഞാനില്ല. ഇവിടെ ഇതെന്താ മരണക്കിണറുണ്ട്. ഭയങ്കര മുകളിലേക്കാട്ടോ. കോൺസെൻട്രേഷൻ കളയല്ലേ ദൈവമേ. നല്ല ഹൈറ്റ് ആട്ടോ. നല്ല ഹൈറ്റാണ്. നമ്മുടെ പിള്ളേര് രണ്ടെണ്ണയിൽ കയറിയിട്ട് ടീച്ചറാ എവിടെ കേശി പിടിക്കാണ്ട് എല്ലാരും കൂടി ആയിട്ട് അവ വരുമ്പോഴേക്കും എല്ലാരും കൂടി പൊങ്കാലയിട്ടോ. ഇങ്ങനെ കേശി കാണിക്കണമെങ്കിൽ പിടിക്കാണ്ട് കുട്ടാപ്പൂല് തീരെ വയ്യട്ടാ. പിടിക്കേ എന്ത് സാധനം അല്ലേ. ഇതിൽ ഇനി സീറ്റുകൾ ബാക്കി ഉണ്ടായിരുന്നു. കയറായിരുന്നു അല്ലേ.
രണ്ടെണ്ണം അങ്ങോട്ട് കയറിയുണ്ട്. ഇനി നമ്മൾ അരണക്കിണർ കാണാൻ വന്നിരിക്കുകയാണ്. തുടങ്ങാറായിട്ടില്ല, ഇവരൊക്കെ ഇവിടെ ഇരുന്നു. ഞാനിരിക്കാം, ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം പറഞ്ഞ കാണാൻ കയറുന്നേ. അവിടെ ഡോറടക്കുന്നുണ്ട്. പൈസ കൊടുക്കാൻ അറിയാണ്ടൊക്കെ താഴെ വീഴും. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ച് അവിടെ താഴെ വീണിട്ടുണ്ട്. 20 ഉറുപ്പിയാണ് ചേട്ടൻ എടുക്കുകയാണ്. ബുള്ളറ്റ് അടുത്ത ബുള്ളറ്റ് എന്നിട്ട് കാറ് കേട്ടോ.
നഴ്സിംഗ് വണ്ടിയിൽ കാറിലെ പെണ്ണുങ്ങളുടെ അഭ്യാസമൊക്കെ വന്നു. അപ്പോൾ പരിപാടി കഴിഞ്ഞ് മതിയില്ലേ? തൊണ്ടയിൽ നമുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ പറയണൊക്കെ. നമ്മൾ അമ്പലം വരെ നടന്നിട്ട് കണ്ടിട്ട് വരാട്ടോ. Okay. കളർ വല്ലില്ലേ? എത്രയാണോ? 100. സമയം 12 മണിയുണ്ട് കേട്ടോ. 12 നല്ല തിരക്കാം. പുനലൂരിൽ നിന്നും വന്നിട്ടുള്ള ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. സമയം 12:30 ആയി. ഇപ്പോൾ ഫ്രണ്ടിൽ അവിടെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഇവിടെ ലോക്കാട്ടോ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് കടക്കാൻ പറ്റും. അപ്പം പ്രാവശ്യത്തെ ഏകാദശി കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം